യേശുവിൽ പ്രിയരെ, നോമ്പിൻ്റെ പാതി വഴികൾ നമ്മൾ പിന്നിട്ടു. ഇനി യേശുവിൻ്റെ ഉദ്ധാന തിരുനാളിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ന് സുവിശേഷം ഈ നോമ്പുകാലത്ത് ധ്യാനിക്കേണ്ട ഏറ്റവും മനോഹരമായ ഒരു ചിന്ത നമുക്ക് നൽകുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ചിന്തയാണ്. സുവിശേഷം വായിച്ചു പോകുമ്പോൾ ചില നാടകീയ രംഗങ്ങൾ, എന്തേ ക്രിസ്തു ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു പോകുന്ന ചില രംഗങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥവും ആഴവും വീണ്ടും വീണ്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് ക്രിസ്തുവിൻ്റെ ചിന്തകൾക്ക്, ജീവിത ശൈലികൾക്ക് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അത് ജീവിതത്തിൽ പകർത്തേണ്ടതുമാണ്. ചില മൗനങ്ങൾ ആഴമായ സ്പർശനങ്ങൾ ഉളവാക്കുന്നതാണ്. അത് ഒരാളെ മാത്രമല്ല, മനുഷ്യകുലത്തെ മുഴുവനായിട്ടും മാറ്റി ചിന്തിക്കുവാനും ഒരു തിരഞ്ഞെടുപ്പിലേക്ക്, ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് മാറ്റി മറയ്ക്കുവാനും സാധിക്കുന്ന ചില മൗനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു പാപം ചെയ്ത സ്ത്രീയുമായിട്ട് സമൂഹം യേശുവിൻ്റെ മുമ്പിലെത്തുക അത് അവളെ വിധിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നില്ല. യേശുവിനെ പരീക്ഷിക്കുവാനും അവനെ ചതിക്കുവാനുമുള്ളൊരു ചതിക്കുഴിയായിട്ടാണ് കടന്നു വന്നത്. നാണം കെടുത്താൻ വന്നവർ നാണം കെട്ട് മടങ്ങിപ്പോകുന്ന രംഗം, പാപം ചെയ്തവർ ശിക്ഷിക്കപ്പെടേണ്ടവർ രക്ഷപ്പെട്ട ഒരു രംഗം, രണ്ട് മനോഹരമായ ചിത്രങ്ങളാണ്. നാണം കെടുത്താൻ വന്നവർ നാണം കെട്ട് തലകുമ്പിട്ട് മടങ്ങിപ്പോകുന്ന ഒരു രംഗം, വിധിക്കപ്പെടേണ്ടവർ, ശിക്ഷിക്കപ്പെടേണ്ടവൾ രക്ഷപ്പെട്ട് യേശുവിനെ സ്വന്തമാകുന്ന ഒരു രംഗം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഈ രണ്ട് രംഗങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ ക്രിസ്തു പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ചിന്ത, ഏതൊരു വാചകങ്ങൾക്കും പ്രവൃത്തികൾക്കും മുമ്പേ ജീവിതത്തിലുണ്ടാകേണ്ട മനനവും ധ്യാനവുമാണ്. നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്, എന്തുകൊണ്ടായിരിക്കാം യേശു ഇങ്ങനെ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുക? നമ്മളൊക്കെ ഒത്തിരി തവണ നിലത്ത് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളവരാണ്, മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ. നമ്മുടെ മുമ്പിൽ ഒരാൾ സങ്കടത്തോടെ വന്നു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയുമായിട്ട് വന്നു നിൽക്കുമ്പോൾ നമ്മളാരും നിലത്ത് എഴുതിക്കൊണ്ടിരിക്കാറില്ല, ചിത്രം വരച്ചുകൊണ്ടിരിക്കാറില്ല. ഒരു വേള നമ്മൾ അറിയാതെ ചോദിച്ചു പോകണം, എന്തേ യേശു അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ കാരണം? പ്രിയപ്പെട്ടവരെ, ഇതൊരു ചിത്രം വരെയോ അതൊരു എഴുത്തോ ആയിരുന്നില്ല. വചനം അങ്ങനെ എഴുതി വെക്കും, അവൻ അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ കണക്കുകൾ കൂട്ടുകയാണ്. എൻ്റെ നാവിൽ നിന്ന് വരുന്ന വാചകങ്ങൾക്ക് ഈ ലോകം ഉള്ളത്രയും കാലം ജീവനുണ്ടാകണം. എൻ്റെ സാന്നിധ്യത്തിന് അനേകരെ സൗഖ്യപ്പെടുത്താൻ കഴിയണം. എൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനേകരെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയണം. എന്നെ തന്നെ കൊല്ലുവാൻ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ സമൂഹത്തെ എനിക്ക് സ്വർഗത്തിന് വേണ്ടി നേടിയെടുക്കാനായിട്ട് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട ആഴമായ ചിന്ത ഇതാണ്. ഏതൊരു നോമ്പും ഉണ്ടാകുന്നത് ആഴമായ ധ്യാനത്തിനൊടുവിലാണ്. നമ്മൾ ഒരുപക്ഷെ ഈ നോമ്പ് കാലത്ത് പല ആവർത്തി ചിന്തിച്ചു കാണും, നോമ്പെടുക്കണോ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റായ ദിശകൾ നമ്മളെ കൊണ്ടെത്തിച്ചത് അത് ഈ നോമ്പ് കാലത്തൊന്നും മാറി നിൽക്കാനായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഭൗതികമായ നോമ്പിനേക്കാൾ നമ്മളെടുത്ത ചില ആത്മീയ നോമ്പുകളുണ്ടാകാം. എന്തുമാകട്ടെ, അത് നമ്മുടെ ചിന്തയാണ്. പക്ഷേ ഏതൊരു പ്രവൃത്തികൾക്ക് മുമ്പും ഒരു ധ്യാനമുണ്ടാവുക, ഒരു ചിന്തയുണ്ടാവുക അനിവാര്യമാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അത് വളരെ ഫാസ്റ്റാണെന്നുള്ളതാണ്. ചിന്തിക്കാൻ സമയമില്ല, നിൽക്കാൻ സമയമില്ല. എല്ലായിടത്തും തിരക്കാണ്. തിക്കും തിരക്കും കൂട്ടി എല്ലാം സ്വന്തമാക്കാൻ ഓടിക്കൂടുന്ന ഒരു പറ്റം ജനത്തിൻ്റെ മധ്യത്തിൽ ആത്മീയതയും ഇങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട് മനുഷ്യൻ അധവദിച്ചു പോവുകയാണ്. ഭൗതികമായി എന്ത് നേടാമെന്നുള്ളൊരു ആത്മീയതയുടെ ഓട്ടത്തിൽ അവൻ തിരക്കിലേക്ക് നടന്നെടുക്കുകയാണ്. ജീവിതത്തിൽ ഇങ്ങനെ വ്യഗ്രതയാണ്, എല്ലാം പെട്ടെന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ മൊബൈലിരിക്കുന്ന ആ സ്ക്രീനിൽ നമ്മൾ അറിയാതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, മാറ്റിക്കൊണ്ടേയിരിക്കും. കാരണം തിരക്കാണ്, ഒന്ന് പൂർത്തിയാക്കാൻ നമുക്ക് സമയമില്ല, അടുത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ക്രിസ്തു ഈ കാലഘട്ടത്തിൽ നമ്മളോട് പറയുക, മക്കളെ, ഏതൊരു ചിന്തകൾക്കും, ഏതൊരു പ്രവൃത്തികൾക്കും, ഏതൊരു വാചകങ്ങൾക്കും മുമ്പേ നിനക്കുണ്ടായിരിക്കേണ്ട ധ്യാനം. യേശുവിൻ്റെ മുമ്പിൽ രണ്ട് കൂട്ടരുണ്ട്. ഒന്ന്, അവനെ വധിക്കുവാനും കൂടെ നിൽക്കുന്നവരെ വിധിക്കുവാനും വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സമൂഹം. അവരെ ഒരുപക്ഷെ എൻ്റെ നാവിൽ നിന്ന് വരേണ്ട വാചകം, നിങ്ങൾ എന്തിനാണ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? നിങ്ങൾ പാപം ചെയ്തവരല്ലേ? നിങ്ങൾ പാപം ചെയ്യാത്തവരെന്ന് നടിക്കുന്ന എന്തെന്ന് ചോദിച്ചു ഒരുപക്ഷെ ആ സമൂഹത്തെ അവന് വേദനിപ്പിച്ച് പറഞ്ഞുവിടാം.
അല്ല എങ്കിൽ ഒരുപക്ഷെ പറയാം, മോളെ നീ എന്തിനാണ് പാപം ചെയ്തത്, അവളെ കല്ലെറിഞ്ഞു കൊള്ളുക, അല്ലെങ്കിൽ ഇനി അത് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് അവളെ നമുക്ക് കുറ്റപ്പെടുത്താം. നമ്മുടെ മുമ്പിലുള്ള 2 ഓപ്ഷൻ അതാ. എന്നാൽ യേശുവിൻ്റെ ഓപ്ഷൻ അതായിരുന്നില്ല. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന 2 കൂട്ടരെയും എനിക്ക് നേടണം. എന്നെ കുറ്റപ്പെടുത്താൻ, എന്നെ നാണം കെടുത്താൻ വന്നിരിക്കുന്നവർ, ഒപ്പം അവളെ വിധിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നവർ, ഈ മനുഷ്യരെ എനിക്ക് നേടണം. അതിന് ഞാൻ എന്ത് പറയണം? അവൻ അവിടെ ചിത്രം വരയ്ക്കുകയായിരുന്നില്ല, അവൻ കണക്ക് കൂട്ടുകയായിരുന്നു. എൻ്റെ ഓരോ വാചകങ്ങളിലും ജീവൻ ഉണ്ടാകണമെന്ന കണക്ക് കൂട്ടൽ. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നിൽക്കുന്ന സ്ത്രീ ആ പാപം ചെയ്ത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ്. അവളോട് വേണമെങ്കിൽ നമുക്ക് ആക്രോശിക്കാം, വഴക്ക് പറയാം, മാറ്റി നിർത്താം. പക്ഷേ ഈശോ വീണ്ടും കണക്ക് കൂട്ടി, ഞാൻ ഈ മകളെ നേടാൻ എന്ത് വേണം? എൻ്റെ മുമ്പിൽ 2 പേരുണ്ട്, 2 കൂട്ടരെയും എനിക്ക് ഒരുപോലെ നേടണമെങ്കിൽ എൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനം ഞാൻ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അതിനെനിക്ക് ധ്യാനം ആവശ്യമാണ്. ഈശോ എഴുതിക്കൊണ്ടിരുന്നത് അവൻ്റെ ധ്യാനമാണ്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന 2 കൂട്ടരെ നേടാൻ വേണ്ടി അവൻ്റെ നാവിൽ നിന്ന് ഉരുത്തിരിഞ്ഞ 2 വാചകങ്ങളാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിഞ്ഞു കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമുക്ക് ചിന്തിക്കേണ്ടതാണ്, നമ്മുടെ കുടുംബങ്ങളിൽ പരസ്പരമുള്ള പങ്കുവെക്കലുകളിൽ നമുക്ക് ധ്യാനമുണ്ടോ? നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ നമുക്ക് ധ്യാനമുണ്ടോ? നമ്മുടെ സ്വപ്നങ്ങളിലെ പ്രതീക്ഷകളിൽ നമുക്ക് ധ്യാനമുണ്ടോ? ഈ ധ്യാനം ആത്മാവിലുണ്ടാകണം. വെറുതെ ഭൗതികതയുടെ ധ്യാനമല്ല, ആത്മാവിലുള്ള ജ്ഞാനത്തിൽ നിന്നുളവാകുന്ന ധ്യാനമാണ്. ആ ധ്യാനത്തിനാണ് ജീവൻ കൊടുക്കാനായിട്ട് കഴിയുക. അതുകൊണ്ടാണ് ആ വാചകങ്ങൾ പറഞ്ഞ പാടെ, ഈ നാണം കെടുത്താൻ വന്നവർ കല്ലുകൾ താഴെയിട്ട് നാണം കെട്ട് തലകുമ്പിട്ട് നടന്നിറങ്ങുന്നു. പാപിയായ സ്ത്രീയെ വിധിക്കപ്പെടേണ്ടവൾ യേശുവിൻ്റെ അരികിൽ വന്ന് അവൻ നൽകുന്ന രക്ഷ സ്വന്തമാക്കുന്നു. ഇന്നും ജീവൻ തുടിക്കുന്ന 2 വാചകങ്ങളാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിഞ്ഞു കൊള്ളട്ടെ. സ്വയം ചിന്തിക്കുവാനും സ്വയം തിരുത്തുവാനും യേശുവിലേക്ക് ഒരുപടി കൂടി നടന്നെടുക്കുവാനും, ഇവൻ ചോദ്യം ചെയ്യേണ്ടവനല്ല, ഇവൻ്റെ ജ്ഞാനം സ്വർഗത്തിൽ നിന്നുളവായതാണെന്നുള്ള ബോധ്യത്തിലേക്ക് മുമ്പിലിരിക്കുന്നവർക്ക് ബോധ്യം കൊടുക്കുവാനും യേശുവെടുത്ത ജ്ഞാനത്തിനും സമയത്തിനും ഇടം കൊടുത്തു എന്നതാണ് ഈ ചിന്തയുടെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും നാണം കെട്ടുപോകാൻ കാരണവും നമുക്ക് ധ്യാനമില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ വധിക്കപ്പെടാൻ കാരണവും നമുക്ക് ധ്യാനമില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും രക്ഷപ്പെടുത്താനും നമുക്ക് കഴിയാതെ പോകുന്നതും നമ്മുടെ ഉള്ളിൽ ധ്യാനം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ആത്മാവിൻ്റെ ധ്യാനം, മൗനം, അതെ അനേകരെ നേടിയെടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഏതൊരു വാചകങ്ങൾക്ക് പിന്നിലും, ഏതൊരു തീരുമാനങ്ങൾക്ക് മുമ്പിലും, ഏതൊരു പ്രവർത്തനങ്ങൾക്ക് മുമ്പിലും ആഴമായ ആത്മാവിലുള്ള ധ്യാനം നമുക്കുണ്ടാകട്ടെ. അപ്പോൾ ഈ നോമ്പുകാലം ഏറ്റവും മനോഹരമായി തീരും. നമ്മുടെ വാക്കുകൾ ജീവനുള്ളതായി തീരും. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനേകരെ രക്ഷപ്പെടുത്താൻ കഴിയും. നമ്മുടെ സാന്നിധ്യങ്ങൾ അനേകർക്ക് ആശ്വാസം നൽകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു നോമ്പുകാലത്തിൽ യേശുവിൻ്റെ ഈ രക്ഷാകര ദൗത്യം ധ്യാനിച്ചുകൊണ്ട് യേശുവിൻ്റെ ഉദ്ധാനം പരസ്പരം ഏറ്റുവാങ്ങുവാനും മറ്റുള്ളവർക്ക് പങ്കുകൊടുക്കുവാനും നമുക്ക് കഴിയട്ടെ എന്ന് പരസ്പരം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.